നമസ്കാരം. ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുള്ള സൂചന. ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഫുവാദ് ഷുക്കറിനെയും ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും ഇസ്രായേൽ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് നേരത്തെ തന്നെ തിരിച്ചടി നൽകാൻ ഹിസ്ബുള്ള ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ തന്നെ, അതായത് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ. അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ലെബനനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലയിൽ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന ശക്തമായ വാശിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇസ്മായിൽ ഹനിയെ വധിച്ച് ഇത്രയും നാളായിട്ടും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ വൻ സുരക്ഷാ സംവിധാനങ്ങളും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് നന്നായിട്ട് അറിയാവുന്ന രാജ്യമാണ് ഇറാൻ. എന്നിട്ടും ഇറാൻ ഇപ്പോഴും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദ സംഘടനയാണ്. ഒരു രാജ്യം ആക്രമിക്കുന്നത് പോലെയല്ല ഒരു തീവ്രവാദ സംഘടന മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നത്. നിലവിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുപോലെ എന്തെങ്കിലും വൻതോതിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള സ്ഥിതിയൊന്നും ഹിസ്ബുള്ളയ്ക്ക് നിലവിലില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കാര്യം റോക്കറ്റുകളും മറ്റും അയക്കുക, അതല്ലെങ്കിൽ മിസൈൽ അയക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയും ഏതാണ്ട് പല നേതാക്കളും കൊല്ലപ്പെട്ട ഒരു സ്ഥിതിയിൽ അവരും അത്രത്തോളം ശക്തരാണ് എന്ന് പറയാൻ കഴിയുകയില്ല. എങ്കിലും ഇതെല്ലാം മുൻനിർത്തി ഇസ്രായേൽ ഇപ്പോൾ വൻ തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. ഹിസ്ബുള്ളയെയും ഇറാനെയും എല്ലാം തങ്ങളുടെ ദൂതന്മാർ വഴി ഇസ്രായേൽ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. തങ്ങൾ ആക്രമിക്കാൻ വന്നാൽ കനത്ത തോതിലുള്ള തിരിച്ചടിയായിരിക്കും തരിക എന്നുള്ളത്. എന്തായാലും മധ്യേഷ്യയെ സംബന്ധിച്ച് അവിടെ അതിശക്തമായ തോതിലുള്ള സൈനിക മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അവരുടെ അഭിമാന പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. ഇസ്മായിൽ ഹനിയെ വധിച്ചതോടുകൂടി തങ്ങൾക്കൊരു മേൽക്കൈ ലഭിച്ചു എന്നുള്ളത് ഇസ്രായേലിന് ഉറപ്പുണ്ട്. ഹിസ്ബുള്ളയുടെയും ഷൗക്കറിനെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൂതി വിമതർ അവർക്കൊരു പ്രശ്നമേ അല്ല, കാരണം അത് അമേരിക്ക അവരുടെ കാര്യം നോക്കിക്കൊള്ളും എന്നറിയാം. എങ്കിലും ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഇസ്രായേലിന് തന്നെ മേൽക്കൈ ലഭിക്കും എന്നാണ് പൊതുവെ അന്താരാഷ്ട്ര വിദഗ്ധന്മാർ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുന്നത്. കാരണം ലോകത്തെ വൻ ശക്തികളെല്ലാം ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ ഇറാനൊപ്പം നിൽക്കാൻ ഒരു പ്രതിരോധ പങ്കാളി പോലും ഇല്ല ഈ തരം തീവ്രവാദ സംഘടനകളല്ലാതെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.